കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മലയാളത്തിലെ ഉപചിഹ്നങ്ങളാണ്. മലയാളത്തിലെ ചിഹ്നങ്ങൾ പഠിക്കുന്നതിന് മറ്റൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ ചാനലിൽ നിന്ന് എടുത്തത് കണ്ട് പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മലയാളത്തിൽ 14 സ്വരാക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങളുണ്ട്. അതുപോലെ 4 ഉപചിഹ്നങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉപചിഹ്നങ്ങളാണ്. അത് 4 വ്യഞ്ജന അക്ഷരങ്ങൾക്കാണ് ചിഹ്നങ്ങൾ ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടത് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ്. യ, വ, ള അല്ലെങ്കിൽ ല, റ അല്ലെങ്കിൽ ര എന്നിവയാണ് ചിഹ്നങ്ങളുള്ള അക്ഷരങ്ങൾ. യ, വ എന്നിവയുടെ ചിഹ്നം അക്ഷരത്തിനു ശേഷമാണ് ചേർക്കുന്നത്. എന്നാൽ ള, ല എന്നിവയുടെ ചിഹ്നം അക്ഷരത്തിൻ്റെ അടിയിലാണ് എഴുതുന്നത്. ഇതിൽ ലായുടെ ചിഹ്നം ലായുടെ കൂട്ടക്ഷരമായ ഇല്ല എഴുതാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. റ അല്ലെങ്കിൽ ര എന്നിവയുടെ ചിഹ്നം അക്ഷരത്തിന് മുൻപാണ് ചേർക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ് പലതവണ കാണണം. ഓരോ തവണയും കാണുമ്പോൾ ഈ ഓരോ ചിഹ്നവും വരുന്ന 2 വാക്കുകൾ വീതം ബുക്കിൽ എഴുതി വെക്കണം. ചിഹ്നം തറവാകുന്നത് വരെ പലതവണ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിഹ്നങ്ങൾ തെറ്റിക്കാതെ എഴുതുവാനും ചിഹ്നങ്ങൾ കാണുമ്പോൾ തെറ്റാതെ വായിക്കാനും പറ്റും. ഓക്കെ, എന്നാൽ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന യ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. ഈ കാണുന്നതാണ് യ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. ഇത് കായുടെ കൂടെ ചേരുമ്പോൾ ക്യാ എന്ന് വായിക്കും. വായുടെ കൂടെ ചേരുമ്പോൾ വ്യ, തായുടെ കൂടെ ചേരുമ്പം ത്യ. ഇനി നോക്കൂ, ഇനി നമുക്ക് ഇതുകൊണ്ടൊരു വാക്ക് എഴുതി നോക്കാം. ക്യാമറ, ത്യാഗം, വ്യായാമം, ഭാഗ്യം, വാക്യം, സഖ്യം, മുഖ്യം, ഉദ്യാനം. അപ്പോൾ നോക്കൂ, നമ്മൾ പല അക്ഷരങ്ങളുടെ കൂടെ ഈ ചിഹ്നം ചേരുന്ന വാക്കുകളാണ് ഇവിടെ പഠിച്ചത്. നിങ്ങൾ പലതവണ ഇത് കേട്ട് പഠിക്കണം. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് വാ എന്നുള്ള അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. ഈ കാണുന്നതാണ് വായു എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. ഈ വായുടെ കുറച്ച് ഭാഗമാണ് ഈ ചിഹ്നമായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വായിക്കാം. തായുടെ കൂടെ വരുമ്പോൾ ത്വ, സായുടെ കൂടെ വരുമ്പോൾ സ്വ, ജായുടെ കൂടെ വരുമ്പോൾ ജ്വ. നോക്കൂ, ഇതുകൊണ്ടുള്ള വാക്കുകൾ നമുക്ക് പഠിക്കാം. ത്വക്ക്, പക്വത, സ്വന്തം, സ്വപ്നം, ധ്വനി, ശ്വാസം. ഇനി നമ്മൾ പഠിക്കുന്നത് ള, ല എന്നിവയുടെ ചിഹ്നമാണ്. ഇത് ളായുടെ ചിഹ്നം ഇങ്ങനെയാണ്. ഈ കാണുന്നതാണ് ചിഹ്നം. ഇത് കായുടെ കൂടെ വരുമ്പോൾ ക്ല എന്ന് വായിക്കും. ഗായുടെ കൂടെ വരുമ്പോൾ ഗ്ല എന്ന് വായിക്കും. മായുടെ കൂടെ വരുമ്പോൾ മ്ല എന്ന് വായിക്കും. നോക്കൂ, പല പേർക്കും തെറ്റിപ്പോകുന്നതാണ് ഈ ക്ലായും ഗ്ലായും. അപ്പോൾ നോക്കൂ, ക്ലാ കൊണ്ടുള്ള ഒരു വാക്ക് നമുക്ക് പഠിക്കാം. ക്ലാസ്, ക്ലാസ്. അടുത്തത് ഗ്ലാസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ആദ്യത്തേത് ക്ലാസ് എന്നാണ്, രണ്ടാമത്തെ വാക്ക് ഗ്ലാസ് എന്നാണ്. ഇനി അടുത്തത് മ്ലാവ്, മ്ലാവ്. അടുത്ത് നോക്കൂ, പ്ലാവ്, പ്ലാവ്. മൗഗ്ലി, മൗഗ്ലി. ഇഗ്ലു, ഇഗ്ലു. നോക്കൂ, ലായുടെ കൂടെ ചിഹ്നം വരുമ്പോഴാണ്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ലായുടെ കൂടെ ഈ ചിഹ്നം ചേർക്കുന്നത് ലായുടെ കൂട്ടക്ഷരം എഴുതാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നോക്കൂ, ലായുടെ കൂടെ ഈ ചിഹ്നം വരുമ്പോൾ ഇല്ല എന്ന് വായിക്കും. ഇല്ല. ഇനി ഇതുകൊണ്ടുള്ള വാക്കുകൾ നോക്കൂ. കല്ല്, പല്ല്, നെല്ല്, പല്ലി, ഇല്ല. ഇത് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള വാക്കുകളൊക്കെയാണ്. ഇപ്പം നിങ്ങൾ ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റ, ര എന്നിവയുടെ ചിഹ്നങ്ങളാണ്. ഈ കാണുന്നതാണ് റായും രായുടെയൊക്കെ ചിഹ്നമായിട്ട് വരുന്നത്. ഇതുകൊണ്ടുള്ള ഈ അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, കായുടെ കൂടെ വരുമ്പോൾ, കായുടെ കൂടെ റാ വരുമ്പോൾ ക്ര എന്ന് വായിക്കും. വായുടെ കൂടെ വരുമ്പോൾ വ്ര, പായുടെ കൂടെ വരുമ്പോൾ പ്ര, യുടെ കൂടെ വരുമ്പോൾ ദ്ര, സായുടെ കൂടെ വരുമ്പോൾ സ്ര. ഇനി നോക്കൂ,
ഇതുകൊണ്ടുള്ള വാക്കുകൾ നമ്മൾ പഠിക്കുകയാണ്. പത്രം, മാത്രം, സൂത്രം, സ്രാവ്, ചക്രം, പക്രു, ദ്രവം, സാന്ദ്ര. ഈ വാക്കുകൾ ഒന്നുകൂടെ വായിക്കാം. പത്രം, മാത്രം, സൂത്രം, സ്രാവ്, ചക്രം, പക്രു, ദ്രവം, സാന്ദ്ര. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ചിഹ്നമാണ് ചന്ദ്രക്കല. ഇത് നമ്മൾ ധാരാളം എഴുതുമ്പോൾ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ്. ഇത് നോക്കൂ. ഇത് ഓരോ അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ കായുടെ കൂടെ വരുമ്പോൾ ക എന്ന് വായിക്കും, വായുടെ കൂടെ വരുമ്പോൾ വ് എന്ന് വായിക്കും, ലായുടെ കൂടെ വരുമ്പോൾ ല എന്ന് വായിക്കും, പായുടെ കൂടെ വരുമ്പോൾ പ എന്ന് വായിക്കും, രായുടെ കൂടെ വരുമ്പോൾ ര എന്ന് വായിക്കും. നോക്കൂ, ഇവ കൊണ്ടുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. വിറക്, മരുന്ന്, പൂവ്, കായ, ഊണ്, മോര്, വീട്, റോഡ്. നോക്കൂ, ഇവ കൂടാതെ ധാരാളം വാക്കുകളുണ്ട്. നമ്മൾ 1, 2 അക്ഷരത്തിൽ എഴുതുമ്പോൾ എല്ലാ സംഖ്യകളുടെയും കൂടെ ഈ ചിഹ്നം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിഹ്നം ഉപയോഗിച്ചുള്ള വാക്കുകൾ നിങ്ങൾക്ക് ധാരാളം അറിയാമായിരിക്കും. നിങ്ങൾ ഓരോ ചിഹ്നങ്ങളുടെയും വരുന്ന വാക്കുകൾ എഴുതണം. ധാരാളം വാക്കുകളുണ്ട്. വളരെ കുറച്ച് വാക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചിരിക്കുന്നത്. ബാക്കി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തി നിങ്ങൾ എഴുതണം. എഴുതുന്ന വാക്കുകൾ ഉറക്കെ പറയണം, പറഞ്ഞുകൊണ്ട് എഴുതണം, എഴുതുന്നെല്ലാം വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചിഹ്നം തെറ്റാതെ പറ്റും. കൂടാതെ കുട്ടികൾക്ക് പ്രയാസകരമായ ഭാഗങ്ങൾ ഈ ചാനലിലൂടെ ലളിതമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആയതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പോൾ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷൻ നൽകിയാൽ ക്ലാസ്സുകൾ ഇടുമ്പോൾ തന്നെ അവ നിങ്ങൾക്ക് ലഭിക്കും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അവരും പഠിക്കട്ടെ. അപ്പോൾ തെറ്റാതെ പരീക്ഷ എഴുതൂ. താങ്ക്